മൂവി വൈബ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിക്കൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഒന്നിനു പുറകെ ഒന്നായി ലാലേട്ടന്റെ 3 ചിത്രങ്ങളാണ് ഹിറ്റായിരിക്കുന്നത്. തെലുങ്ക് ചിത്രമായ ജനതാ ഗാരേജിൽ തുടങ്ങി ഒപ്പത്തിലൂടെ ഇപ്പോൾ പുലിമുരുകനിൽ എത്തി നിൽക്കുന്ന താരരാജാവിന്റെ തേരോട്ടം തടയാൻ തൽക്കാലം തെന്നിന്ത്യയിൽ ആർക്കുമാവില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. 3 ചിത്രങ്ങളിലൂടെ കഴിഞ്ഞ 43 ദിവസം കൊണ്ട് മോഹൻലാൽ വാരിക്കൂട്ടിയത് 215 കോടി രൂപയാണെന്ന് ബോക്സ് ഓഫീസ് കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിലാണ് 3 ചിത്രങ്ങളും റിലീസായിരിക്കുന്നത്. ജൂനിയർ NTRഉം മോഹൻലാലും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന ജനതാ ഗാരേജാണ് ഇവയിൽ ആദ്യം റിലീസ് ചെയ്തത്. തെലുങ്കിൽ നിന്നും മൊഴിമാറ്റം ചെയ്തെത്തിയ സിനിമ സെപ്റ്റംബർ 2-നാണ് കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയത്. കൊരട്ടല ശിവ സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ചത് ആശീർവാദ് സിനിമാസാണ്. മോഹൻലാലിനെയും ജൂനിയർ NTRനെയും കൂടാതെ ഉണ്ണി മുകുന്ദൻ, റഹ്മാൻ, ദേവയാനി, സിത്താര, സായ് കുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. നിത്യ മേനോൻ, സാമന്ത എന്നിവരാണ് ചിത്രത്തിലെ നായികമാരായി എത്തിയത്. കൂടാതെ ഇടയ്ക്കൊരു ഐറ്റം നമ്പറുമായി കാജൽ അഗർവാളും എത്തുന്നുണ്ട്. തെലുങ്കിലും സൂപ്പർ ഹിറ്റായ ചിത്രം 136 കോടി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പ്രിയദർശൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഒപ്പമാണ് രണ്ടാമതെത്തിയത്. മോഹൻലാൽ അന്ധനായ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ റോളിലാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അനുശ്രീയും വിമല രാമനുമാണ് നായികമാർ. സമുദ്രക്കനി, നെടുമുടി വേണു, കലാഭവൻ ഷാജോൺ, അജു വർഗീസ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ ക്രൈം ത്രില്ലറാണ് ഒപ്പം. ജയരാമൻ എന്ന അന്ധ കഥാപാത്രമായി മോഹൻലാൽ തകർത്തഭിനയിച്ച ഒപ്പത്തിന്റെ ട്രെയിലറും യൂട്യൂബിൽ ഹിറ്റായിരുന്നു. 13 ലക്ഷത്തിലേറെ പേരാണ് ട്രെയിലർ യൂട്യൂബിൽ കണ്ടത്. സെപ്റ്റംബർ 8-ന് റിലീസ് ചെയ്ത ചിത്രം ഇതിനോടകം തന്നെ ആഗോള കളക്ഷനിൽ 50 കോടി രൂപ കടന്നു. ഇതോടെ മലയാളത്തിൽ ദൃശ്യത്തിന് പുറകെ ആഗോള കളക്ഷനിൽ 50 കോടി കടക്കുന്ന രണ്ടാമത്തെ ചിത്രമായി മാറി ഒപ്പം. തൊട്ടുപുറകെ എത്തിയ പുലിമുരുകനാവട്ടെ മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം ഭേദിച്ച് പ്രദർശനം തുടരുകയാണ്. ടോമിച്ചൻ മുളകുപാടം നിർമ്മിച്ച് ഉദയകൃഷ്ണ കഥയും തിരക്കഥയും രചിച്ച് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം റിലീസ് ചെയ്തത് ഒക്ടോബർ 7-നാണ്. 150-ലേറെ ദിവസത്തെ ചിത്രീകരണവും 200 ദിവസത്തോളം നീണ്ടുനിന്ന പോസ്റ്റ് പ്രൊഡക്ഷനും ചിത്രത്തിന് വേണ്ടി വന്നുവെന്ന് സംവിധായകനായ വൈശാഖ് പറഞ്ഞു. കമാലിനി മുഖർജിയാണ് നായിക. തെലുങ്ക് താരം ജഗപതി ബാബു, തമിഴ് നടൻ കിഷോർ, ലാൽ, സിദ്ദിഖ്, വിനു മോഹൻ, ബാല, സുരാജ് വെഞ്ഞാറമൂട്, നോബി, സുധീർ കരമന, നന്ദു, MR ഗോപകുമാർ, കലിംഗ ശശി തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു. പുലിമുരുകൻ 8 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 35 കോടി രൂപയ്ക്കടുത്താണ്. ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പുകളും റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ പോക്ക് പോയാൽ തിയേറ്ററുകളിൽ നിന്ന് പുലിമുരുകൻ 125 കോടി രൂപയെങ്കിലും കൊയ്യുമെന്നാണ് വിലയിരുത്തുന്നത്.